الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ സന്മാർഗ ദർശനത്തെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പരമാവധി പിന്തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നാദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക ഹിദായത്തിനെ പിന്തുടരുമ്പോൾ ലഭിക്കുന്ന ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമുള്ള മോചനം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിദ്വൽ സദസ്സിൽ പ്രായമായ സഹാബെ കിറാമിനോടൊപ്പം ഒരു പയ്യനും പങ്കെടുത്തിരുന്നതായി ചരിത്രം പറയുന്നു. പയ്യന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. മഹാന്മാരായ ബദറിലൊക്കെ പങ്കെടുത്ത സഹാബത്തിനൊപ്പം തങ്ങളുടെ മകന്റെ പ്രായമുള്ള ഈ പയ്യനും പങ്കെടുക്കുന്നത് ചിലരിൽ നീരസമുളവാക്കി. അവരത് ഖലീഫയോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഖലീഫ ഉമർ തന്റെ സദസ്സ് വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, മാ തഖൂലൂന ഫീ ഖൗലില്ലാഹി തആല ഇദാ ജാഅ നസ്റുല്ലാഹ്. സൂറത്തുൻ നസ്റിനെ കുറിച്ച് നിങ്ങളുടെ വീക്ഷണം എന്താണ്? അപ്പോൾ ഓരോരുത്തരായി ഉത്തരം പറഞ്ഞു. ചില ആളുകൾക്ക് മറുപടി പറയാനായില്ല. മറ്റു ചിലർ പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായവും വിജയവും എത്തിയാൽ അവനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം ചെയ്യണം എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ് ഈ സൂറത്തിൽ.
മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ബാസ് എന്ന ഈ പയ്യനെ നോക്കി ചോദിച്ചു, അക്കദാ തഖൂലു ഇബ്നു അബ്ബാസ്, നിന്റെ ഉത്തരവും ഇത് തന്നെയാണോ? അദ്ദേഹം പറഞ്ഞു, ലാ, എന്റെ മറുപടി ഇതല്ല. ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുഹു ഇയ്യാഹു. പ്രവാചകന്റെ വിയോഗത്തെ സംബന്ധിച്ച സൂചനയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൻ നസ്ർ. അള്ളാഹു അത് പ്രവാചകനെ അറിയിക്കുകയാണ് വ്യംഗ്യമായി ഈ സൂറത്തിലൂടെ. മഹാനായ ഉമർ പറഞ്ഞു, വല്ലാഹി മാ അഅലമു മിൻഹ ഇല്ലാ മാ തഖൂൽ. നീ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി, അതാണ് എനിക്കും അറിയുന്നത്. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ സംഭവം. ഞാൻ സൂചിപ്പിക്കുന്നത്, വൈജ്ഞാനികമായ ചർച്ചകളിലും സംവാദങ്ങളിലും പ്രായമല്ല, ഒരാളുടെ ധനസ്ഥിതിയല്ല അതിൽ പങ്കെടുക്കാനുള്ള അയാളുടെ യോഗ്യത എന്ന് പറയുന്നത്, പ്രതിഭയാണ് എന്ന് മഹാനായ ഖലീഫ ഉമർ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല, സൂറത്തുൻ നസ്റിന്റെ ഉൾക്കാഴ്ചകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ജാഅ നസ്റുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. അല്ലാഹുവിന്റെ സഹായം വന്നെത്തിയാൽ, അല്ലാഹുവിന്റെ സഹായം വന്നെത്തും, അത് ഉറപ്പായ കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ നസ്റും ഫത്ഹും അവൻ വാഗ്ദാനം ചെയ്തതാണ്. ലൻ യുഖ്ലിഫല്ലാഹു വഅദഹു, ഒരിക്കലും അല്ലാഹു അവന്റെ വഅദ ലംഘിക്കുകയില്ല. പക്ഷേ ആ വിജയം വന്നാൽ, അല്ലെങ്കിൽ വിജയം വന്നെത്തിയാൽ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട് ആ വിജയം. പക്ഷെ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. എങ്ങനെ എത്തിച്ചേരണം? ആദർശ സാക്ഷാത്കാരത്തിന്റെ മാർഗത്തിലൂടെ എത്തിച്ചേരണം. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ, അതിനായുള്ള കഠിനാധ്വാനത്തിലൂടെ അല്ലാഹു വാക്ക് പറഞ്ഞ വിജയത്തിലേക്ക് നിങ്ങൾ നടന്നെത്തണം. അതിനിടയിൽ ഒരുപാട് കയ്പുനീര് കുടിക്കേണ്ടി വരും. ചവർപ്പും കയ്പുമുള്ള അനുഭവങ്ങളുണ്ടാകും. മധുരതരമായ സംഭവങ്ങൾ മാത്രമായിരിക്കുകയില്ല. പരീക്ഷണങ്ങൾ എന്നാണ് അല്ലാഹു അതിനെ വിളിച്ചത്. നിങ്ങൾ ഈ ആദർശത്തിന്റെ മാർഗത്തിൽ ജീവിക്കാനൊരുങ്ങുമ്പോൾ ഒത്തിരി ഒത്തിരി വെല്ലുവിളികളുണ്ടാകും. ഇതിന്റെ പ്രതിയോഗികൾ രംഗത്തെത്തും, നിങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കും. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രികൂൻ. തീർച്ചയായും വലൗ കരിഹൽ കാഫിറൂൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ വരും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വെളിച്ചത്തെ പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കതിൽ ഉറപ്പിക്കാൻ കഴിയണം. പക്ഷേ ഈ ഉറപ്പുമായിട്ടിരുന്നാൽ പോരാ, പണിയെടുക്കണം, അധ്വാനിക്കണം എന്ന് പറയുന്നു. ഇൻ തൻസുറുല്ലാഹു ഇൻ തൻസുറുക്കുമുല്ലാഹു ഇൻ തൻസുറുല്ലാഹു യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇൻ തൻസുറുക്കുമുല്ലാഹു യൻസുറുക്കും, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഹായം ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിച്ചാലോ നിങ്ങളെ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പൂർവ്വകാലത്ത് വന്ന പ്രവാചകന്മാരും അവരുടെ അനുചരന്മാരും ഈ ആദർശ സാക്ഷാത്കാരത്തിന്റെ വഴിയിൽ പരീക്ഷിക്കപ്പെട്ടു. ധാരാളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവസാനം അവർ വിലപിക്കുവോളം അവർ വിറപ്പിക്കപ്പെട്ടു. പ്രവാചകന്മാരും അവരുടെ അനുചരന്മാരും കൂടി അല്ലാഹുവിനോട് ചോദിച്ചു, യാചിച്ചു, മതാ നസ്റുല്ലാഹ്,
എപ്പോഴാണ് ഈ നസ്ർ വന്നെത്തുക എന്ന്. അവരങ്ങനെ പരീക്ഷണങ്ങളിൽ സഹനമവലംബിച്ചുകൊണ്ട് സമർപ്പിത മനസ്കരായി ത്യാഗസന്നദ്ധതയോടെ പരിശ്രമത്തിന്റെ മാർഗങ്ങളിൽ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിച്ചു, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അറിയണം, അല്ലാഹുവിന്റെ സഹായം സമീപസ്ഥമാണ്, അതാസന്നമായിരിക്കുന്നു എന്ന് അവരെ അല്ലാഹു അറിയിച്ചു. ആ പരീക്ഷണങ്ങളിൽ അവർ വിജയിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ഇസ്ലാം അതിന്റെ അന്തിമ വിജയത്തിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ക്രാന്തദർശികളായ ഉലമാക്കന്മാർ പ്രത്യാശാഭരിതമായ മനസ്സോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. തീർച്ചയായും അല്ലാഹുവിന്റെ സഹായവും വിജയവും വളരെ ആസന്നമാണ് എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പണിയെടുക്കുവാൻ, അധ്വാനിക്കുവാൻ, പരിശ്രമിക്കുവാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു വ്യാപാരമുണ്ടല്ലോ, ആ വ്യാപാരം, അതിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്താഖൽതും ഇലൽ അർള്. അല്ല, അല്ലാഹുവിന്റെ വഴിയിൽ, ദൈവിക സന്മാർഗത്തിന്റെ പാതയിൽ പുറപ്പെടൂ എന്ന് പറയുമ്പോൾ എന്തേ നിങ്ങൾ ഭൂമിയോട്, ഭൗതികതയോട്, നിലത്തോട് നിങ്ങൾ ഒട്ടിക്കളഞ്ഞതെന്തേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ ആഹ്വാനം സഹാബത്ത് ചെവിക്കൊണ്ടു. അവർ അല്ലാഹുവിന്റെ മാർഗത്തെ സമർപ്പിച്ചു, കഠിനമായ അധ്വാന പരിശ്രമങ്ങൾ നടത്തി, അവരൊറ്റപ്പെട്ടു, ഒരുപാട് പരീക്ഷിക്കപ്പെട്ടു. അവസാനം അല്ലാഹു വാക്ക് പറഞ്ഞ സഹായം അവർക്ക് അല്ലാഹു നൽകി. വറഅയ്ത الناس يدخلون في دين الله أفواجا. സംഘം സംഘങ്ങളായി, ഗോത്രങ്ങളായി, നാടുകളായി ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് പ്രവാചകരെ താങ്കൾ കാണുകയും ചെയ്താൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാമിന്റെ തുടക്കം, ഇംഗ്ലീഷിൽ പറയാറുണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദി സ്ക്രാച്ച് എന്ന് പറയും. ഒരു കച്ചിത്തുരുമ്പിൽ നിന്ന് തുടങ്ങുകയാണ്, അഥവാ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, ഒരു ശൂന്യതയിൽ നിന്ന് ആരംഭിക്കുകയാണ്. 40 വയസ്സുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ, ഒറ്റക്കൊരാൾ പ്രവാചകനൊരു നിഴലുണ്ടെങ്കിൽ ആ നിഴലല്ലാതെ മറ്റൊരാളും ഇസ്ലാം എന്ന് പറയുന്ന ഈ മാർഗത്തിൽ ഇല്ലാതിരുന്ന ഒരു കാലം. ശിർക്കിന്റെയും ജാഹിലിയ്യത്തിന്റെയും ദുൽമുകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അജ്ഞതകളുടെയും കോട്ടകൊത്തളങ്ങൾ അവിടെ ഒറ്റക്കൊരു മനുഷ്യൻ നടക്കുകയാണ് മരുഭൂമിയിൽ. അതാണ് അന്നത്തെ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ആ പ്രസ്ഥാനം ഒരു ദ്വയാംഗ പ്രസ്ഥാനമായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ ബീവി ഇസ്ലാം സ്വീകരിക്കുന്നു. പിന്നെ നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിലേക്ക് വരുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് വരുന്നു. നമ്മൾ ആലോചിക്കണം, ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് ഒരു 4 സംഘത്തിന്റെ പ്രസ്ഥാനം. പ്രവാചകനെ കൂടാതെ പിന്നെ 55-60 വയസ്സുള്ള ഒരു സ്ത്രീ, 37 വയസ്സുള്ള ഒരു യുവാവ്, 12 വയസ്സുള്ള ഒരു ബാലൻ. തീർന്നു ഇസ്ലാമിക പ്രസ്ഥാനം. ഈ 4 സംഘമാണ് ലോകത്ത് ഇസ്ലാമായിട്ടുണ്ടായിരുന്നത്, പ്രസ്ഥാനമായിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ അറിയണം. അല്ല പറയുകയാണ്, വറഅയ്ത الناس يدخلون في دين الله أفواجا. നീണ്ട 23 സംവത്സരക്കാലത്തെ താങ്കളുടെ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയിൽ ഇതാ എല്ലാവരും ഇതിലേക്ക് വരികയാണ്. അറേബ്യ മുഴുവൻ ഇത് കീഴടക്കുകയാണ്. കുറെ ആളുകൾ മടിച്ചു നിന്നിരുന്നു. ആ ആളുകളും ചിന്തിച്ചത്, ഇവിടെ ഈ രാജ്യം മുഹമ്മദ് കീഴടക്കിയാൽ പിന്നെ നമ്മൾ സംശയിക്കേണ്ടതില്ല, അദ്ദേഹം നബി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മടിച്ചു നിന്ന ഗോത്രങ്ങൾ കൂടി ഇസ്ലാമിലേക്ക് വരികയാണ്. എല്ലാവരും വരുന്നു, ഇസ്ലാമിന് അധീനപ്പെടുന്നു. ഹിജ്റ 8-ാം കൊല്ലം നമുക്കറിയാം മക്കം വിജയം സംഭവിക്കുന്നു. ഹിജ്റ 9-ാം കൊല്ലം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ വുഫൂദ് എന്നാണ്. വഫ്ദുകളുടെ ഒരു കൊല്ലം. നിവേദക സംഘങ്ങൾ വരുന്നു, പ്രവാചകനെ കാണുന്നു, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിന്റെ പ്രതിയോഗികളായി കൊടുങ്കാറ്റുകളെപ്പോലെ രംഗത്ത് വന്ന അബൂജഹലുമാരെ നിഷ്ക്രമിച്ചു. ഇപ്പോൾ രംഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളില്ല. വിദേശ രാജ്യങ്ങൾ, സാമ്രാജ്യങ്ങൾ അവർ പേടിയോടുകൂടി കഴിയുകയാണ് ഇസ്ലാമിക ലോകത്തെ സംബന്ധിച്ച്. ഇങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ പക്ഷേ നമ്മൾ അറിയണം, ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ബദറിലൂടെ, ഉഹദിലൂടെ, ഖന്തക്കിലൂടെ, ഹുനൈനിലൂടെ
കുറ്റപ്പെടുത്തലുകളിലൂടെ, വിമർശനങ്ങളിലൂടെ, ആക്ഷേപങ്ങളിലൂടെ, ബഹിഷ്കരണങ്ങളിലൂടെ, ഊരുവിലക്കുകളിലൂടെ അവസാനം ആ വിജയത്തിലേക്ക് എത്തിപ്പെടുകയാണ്. സത്യത്തിന്റെ വിജയത്തിന്റെ പ്രകൃതം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വേദത്തിലൂടെ വിശദീകരിച്ചു തരികയാണ്. ഇതാണ് അല്ലാഹുവിന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. ഇതൊന്നുമില്ലാതെ നേരിട്ട് ഫതഹിലേക്ക് എത്തിച്ചേരാം. ഒരൽപ്പം നമസ്കാരം, ഒരു മാസത്തെ നോമ്പ്, ഒരു ഹജ്ജ്, പിന്നെ ഒരൽപ്പം എന്തോ ചില കാട്ടിക്കൂട്ടലുകൾ, ഇതിലൂടെ ഈ വിജയത്തിലേക്ക് എത്താമെന്ന് വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഒരിടത്തും പരാമർശിക്കുന്നില്ല എന്ന് നമ്മൾ അറിയണം. ഈ ദൈവിക വചനങ്ങൾ നൽകുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വിജയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ വിശ്വാസി സമാജത്തിന്റെ ഭാവം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. റസൂലിനോട് പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. വിജയം വരുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? തസ്ബീഹ് ചൊല്ലണം എന്നുള്ള പറയുകയാണ്. വിജയം വരുമ്പോൾ, നേട്ടം വരുമ്പോൾ ഇത് തന്റെ മഹത്വം കൊണ്ടുണ്ടായതാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. എല്ലാ ക്രെഡിറ്റും അല്ലാഹുവിന് കൊടുക്കുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. തസ്ബീഹ് വരുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ധാരണയിൽ നിന്നാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ വൈകല്യങ്ങളിൽ നിന്നും പരിപൂർണ മുക്തമായ ഒരു സത്ത ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ബാക്കി എല്ലാവർക്കും പോരായ്മകളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതമാക്കി നിർത്തും. പക്ഷേ അപ്പോഴും മനുഷ്യ സഹജമായ ചില്ലറ നിസാരമായ ദല്ലത്തുകൾ അവർക്ക് സംഭവിക്കാം. അതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടല്ല പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അതുകൊണ്ട് കുറവുകളില്ലാത്ത തമ്പുരാനെ കീർത്തനം ചെയ്യുക, അവനെ സ്തുതിക്കുക. വിജയത്തിന്റെ ക്രെഡിറ്റ് എല്ലാം അല്ലാഹുവിന് കൊടുത്തിട്ട് വിജയത്തിലും വിനയാന്വിതരായിട്ട് നിൽക്കുക എന്ന് പറയുകയാണ്. വിജയത്തിന്റെ വേളയിൽ വിനയാന്വിതരാവുക എന്നത് കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ജീവിതത്തിൽ പിന്തുടരാൻ വളരെ പ്രയാസമുള്ള ഒരു ആദർശമാണ്. വിജയിക്കുന്നിടത്ത് എന്താണ് ഭൗതികന്മാര് ചെയ്തത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇന്നോളമുള്ള ചരിത്രം സാക്ഷി. ഭൗതികന്മാർ എപ്പോഴൊക്കെ വിജയക്കൊടി നാട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ വിജയത്തിന്റെ ലഹരി ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ആ വിജയത്തിന്റെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ പാവങ്ങൾ ചവിട്ടിമെതിക്കപ്പെട്ടിട്ടുണ്ട്, തോൽപ്പിക്കപ്പെട്ടവർ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ബിസിനസ്സിൽ ഒരു വിജയമുണ്ടാകുമ്പോൾ അഹങ്കാരമുണ്ടാകുന്നു. ഏതോ പരീക്ഷയിൽ ഒരു റാങ്ക് കിട്ടിയാൽ അഹങ്കാരമുണ്ടാകുന്നു. ഏതോ നിലക്കൊരു രാഷ്ട്രീയ അധികാരം കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് അഹങ്കാരമുണ്ടാകുന്നു. 1 ലക്ഷം വിജയം വന്നാൽ പിന്നെ അതിന്റെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ കാണുമ്പോൾ അഹങ്കാരത്തിന്റെ അങ്ങേത്തലക്കൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാസിഡോണിയയിലെ അലക്സാണ്ടർ മുതൽ, ഇറാഖിലെ നമ്രൂദ് മുതൽ, ഈജിപ്തിലെ ഫറോവമാർ മുതൽ, ഇന്നലെ വൈറ്റ് ഹൌസിൽ നിന്നിറങ്ങിപ്പോയ ജോർജ് ബുഷുമാർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിജയാഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ഒരു സംസ്കാരമുണ്ട്. വിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വിജയത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. തസ്ബീഹ് ചെയ്യണം. സംഭവിച്ചു പോയിരിക്കാനിടയുള്ള വീഴ്ചകളുടെ പേരിൽ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് വിനയാന്വിതരായി നിലകൊള്ളണം എന്ന് പറയുകയാണ്. നമുക്കറിയാമല്ലോ, വിജയിക്കുമ്പോൾ അലക്സാണ്ടർ എന്താണ് ചെയ്തത്? ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഒരുപാട് നാടുകൾ ചുട്ടരിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. പല നാടുകളും കീഴടക്കിയ നഗരങ്ങൾക്ക് തന്റെ പേര് കൊടുത്തു. ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണം അലക്സാണ്ട്രിയ. 10-12 അലക്സാണ്ട്രിയകളുണ്ടായി ഈ ചരിത്രത്തിൽ. എങ്ങനെ കീഴടക്കുന്ന സ്ഥലത്തൊക്കെ അലക്സാണ്ടർ തന്റെ പേര് കൊടുക്കുകയാണ്. അവസാനം തന്റെ പ്രതിയോഗിയെ തേടി നടന്ന അവസാനം കിട്ടാതെ 33-ാമത്തെ വയസ്സിൽ മലമ്പനിക്ക് കീഴടങ്ങി ഈ ലോക ജേതാവ് പടിയിറങ്ങുകയുണ്ടായി. സൂചിപ്പിക്കുന്നത് വിജയിക്കുമ്പോൾ ഒരു രാജ്യത്തെ പട്ടാളങ്ങൾ എന്താണ് ചെയ്യുന്നത്, സൈന്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? ക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലൂടെ തദ്ദേശവാസികളെ ഉപദ്രവിക്കുകയാണല്ലോ ചെയ്യുന്നത്. ബോസ്നിയയിൽ നമ്മളത് കണ്ടു, ചെച്നിയിൽ കണ്ടു, ധാരാളമിടങ്ങളിൽ കണ്ടു. പാവപ്പെട്ട സ്ത്രീകളെ മാനഭംഗം ചെയ്യുകയും കുട്ടികളെ വധിച്ചു കളയുകയും അങ്ങനെ തങ്ങൾക്ക് വേണ്ട എല്ലാ കോപ്രായങ്ങളും നടത്തുകയും വിജയാഘോഷമായി ചെയ്യുമ്പോൾ വിശ്വാസിയുടെ വിജയത്തിന്റെ സംസ്കാരമല്ല പഠിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു നേട്ടം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സന്താപത്തിന്റെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ. വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ.
അവനുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും അവന് ഖൈറായി തീരുകയാണ്. അവന് നന്മയുണ്ടാകുമ്പോൾ അവൻ അല്ലാഹുവിന് നന്ദി പറയുന്നു. അവന് വിഷമങ്ങളുണ്ടാകുമ്പോൾ അവൻ സബർ പാലിക്കുന്നു. എന്തൊരു അത്ഭുതമാണ് വിശ്വാസിയുടെ കാര്യം. ലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിമുഅ്മിനിൻ. ഒരു വിശ്വാസിക്കല്ലാതെ ലോകത്ത് ഇത്തരം ഒരു അവസ്ഥാവിശേഷമില്ല. സന്തുലിതമായ മനസ്സ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സ്, സന്തോഷം വരുമ്പോഴും സന്താപം വരുമ്പോഴും അതിനെ അല്ലാഹുവിലേക്ക് മടക്കുന്ന ഒരു മനസ്സ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഭൗതികന്മാർ വിജയാഘോഷങ്ങൾ നടത്തിയത് എങ്ങനെയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. പ്രവാചകന്മാർ ഏറ്റവും വലിയ വിജയങ്ങൾ നേടിയപ്പോഴും വിനയത്തിന്റെ സംസ്കാരം കാണിച്ചു തന്നത് എങ്ങനെയെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നു. 2-3 ചിത്രങ്ങൾ മാത്രം സമർപ്പിക്കുകയാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം നമുക്കറിയാം ഏറ്റവും വലിയ വിജയം നേടി. ഒരുപാട് വൈവിധ്യപൂർണമായ സംഭവ പരമ്പരകളിലൂടെ ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ യൂസുഫ് നബി കടന്നുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം പൊട്ടക്കിണറ്റിൽ കിടന്ന ഒരു യൂസുഫിനെ ചരിത്രം കാണിച്ചു തന്നു. പിന്നെ അടിമച്ചന്തയിൽ ഒരു വിൽപ്പന വസ്തുവായിരിക്കുന്ന യൂസുഫിനെ നമുക്ക് ചരിത്രം കാണിച്ചു തന്നു. പിന്നെ അവസാനം അധികാര സോപാനത്തിലിരിക്കുന്ന രാജ്യത്തെ മന്ത്രിയായി യൂസുഫിനെ ചരിത്രം നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തെ ചതിച്ച സഹോദരങ്ങൾ മാതാപിതാക്കളോടും അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിച്ചേരുന്നു. എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വറഫഅ അബവൈഹി അലൽ അർശ് വഖറൂ ലഹു സുജ്ജദൻ. മാതാപിതാക്കളെ അദ്ദേഹം സിംഹാസനത്തിൽ ഇരുത്തി ആദരിച്ചു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ ചതിച്ച സഹോദരങ്ങളൊക്കെ പ്രണാമമർപ്പിക്കുകയാണ്. അപ്പോൾ യൂസുഫ് നബി സംസാരിച്ചു, വഖാല യാ അബത്തി ഹാദാ തഅ്വീലു റുഇയായ മിൻ ഖബ്ലു ഖദ് ജഅലഹാ റബ്ബി ഹഖ്ക. പണ്ടൊരു സ്വപ്നം ഞാൻ കണ്ടല്ലോ, ആ കിനാവിനെ അല്ലാഹു സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്ൻ വജാഅ ബികും മിനൽ ബദ്വി വമിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി. യൂസുഫ് നബി പറയുകയാണ്, ജയിലിൽ കിടന്നപ്പോൾ ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മരുഭൂമിയിൽ നിന്ന് നിങ്ങളെല്ലാം പിശാചുബാധയേറ്റുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഞാനുമായിട്ട് ശത്രുതയുണ്ടാക്കിയതിനു ശേഷം എല്ലാവരെയും എന്റെ അടുത്ത് എത്തിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഔദാര്യം കാണിച്ചു. ഇന്ന റബ്ബീ ലതീഫുൽ ലിമാ യശാ. തീർച്ചയായും എന്റെ നാഥൻ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നടത്തുന്നവനാണ്. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനാണ്, യുക്തിസമ്പൂർണനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാലത്ത് ചതിച്ച ഒരാൾ, നമ്മളെ വഞ്ചിച്ച ഒരാൾ, പീഡിപ്പിച്ച ഒരാൾ തകർന്ന് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ എന്നാൽ പിന്നെ പ്രതികാരം ചെയ്തു കളയാം എന്ന് ചിന്തിക്കുന്ന മനസ്സല്ല ഇസ്ലാമിക മനസ്സെന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിക്കുകയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്. എന്റെ രക്ഷിതാവേ, നീ എനിക്ക് അധികാരം നൽകി. വഅല്ലംതനീ മിൻ തഅ്വീൽ. എന്റെ മിടുക്കുകൊണ്ട് അധികാരത്തിലെത്തിയെന്നല്ല, റബ്ബേ നീ എനിക്ക് അധികാരം നൽകി. വഅല്ലംതനീ മിൻ തഅ്വീൽ ഹദീസ്. കിനാക്കൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവെനിക്ക് തന്നു, നീ പഠിപ്പിച്ചു തന്നു. ഫാത്തിറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ സൃഷ്ടികർത്താവായ തമ്പുരാനെ, അൻത വലിയ്യീ ഫിദ്ദുനിയാ വൽ ആഖിറ. നീയാണ് ഇഹത്തിലും പരത്തിലും എന്റെ രക്ഷകൻ. തവഫ്ഫനീ മുസ്ലിമൻ. അതുകൊണ്ട് നിന്നെ അനുസരിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം, അങ്ങനെ നീ എന്നെ മരിപ്പിക്കണം. വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. സുകർമ്മികളായ സജ്ജനങ്ങളായ മനുഷ്യരിൽ എന്നെ നീ ചേർക്കണമേ എന്നാണ് ആ വിജയ സോപാനത്തിൽ നിന്നുകൊണ്ട് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അഹങ്കാരലേശമന്യേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ഏറ്റവും വലിയ ഒരു വിസ്മയം അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായി. നമുക്കറിയാമല്ലോ, സബയിലെ റാണിയുടെ രാജസിംഹാസനമടക്കം അദ്ദേഹത്തിന്റെ മുമ്പിൽ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ ഏറ്റവും കൂടുതൽ സാങ്കേതികത വളർന്ന ഒരു കാലമായിരുന്നു അത്. നമ്മുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും ടെക്നോളജി വളർന്നത് എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. അല്ല, മഹാനായ സുലൈമാൻ നബിയുടെ ചരിത്രം ഖുർആൻ പറയും. സാങ്കേതിക വിദ്യയുടെ പരമകാഴ്ചയിലെത്തിയ ഒരു സമൂഹം. അതുകൊണ്ടാണല്ലോ അങ്ങയിലെ സഭയിലെ റാണിയുടെ ഈ രാജസിംഹാസനമടക്കം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വേഗത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു ഒരാൾ. ഖാലല്ലദീ ഇൽമും മിനൽ കിതാബ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. വേദത്തിൽ നിന്ന് അറിവുള്ള ഒരാൾ പറയുകയാണ്, താങ്കൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ അതിവിടെ എത്തിക്കാമെന്ന് പറയുകയില്ല, അവിടെ എത്തിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ മഹാനായ സുലൈമാൻ നബി പറഞ്ഞു, ഖാല ഹാദാ മിൻ ഫളി റബ്ബി. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല,
ഇതെന്റെ രക്ഷിതാവിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കുന്നു. അഷ്കുറു അം അക്ഫുറു, ഞാൻ ശുക്ർ കാണിക്കുമോ കുഫ്ർ കാണിക്കുമോ, ഞാൻ നന്ദി ചെയ്യുമോ നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് തന്നിരിക്കുകയാണ്. വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി, ആരെങ്കിലും അല്ലാഹുക്ക് നന്ദി കാണിക്കുന്നുവെങ്കിൽ അവൻ സ്വയം തന്നെ നന്മ ചെയ്യുകയാണ്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം, അതേസമയം ആരെങ്കിലും നന്ദികേടിന്റെ മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിലോ എന്റെ രക്ഷിതാവ് അങ്ങേയറ്റം ധന്യനാണ്, പരാശ്രയം വേണ്ടാത്തവനാണ്, അവൻ ഉദാരനാണ് എന്ന് പറയുകയാണ് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കേണ്ടതില്ലല്ലോ വിജയങ്ങളുടെ വിജയം. ഹിജ്റ 10-ാം കൊല്ലം എല്ലാ അർത്ഥത്തിലും കീഴടങ്ങിയ ഒരു ലോകത്ത് അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ വിനയത്തിന്റെ പ്രഖ്യാപനമാണ് പ്രവാചകൻ നടത്തുന്നത്. ഉടയോണിക്ക് മറുതുണിയില്ലാതെ ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാക്കിയ ആളുകൾ, പട്ടിണിക്കിട്ടവർ, തന്റെ മക്കൾ മരിച്ചുപോയപ്പോൾ സന്തോഷപൂർവ്വം ആഹ്ലാദം പങ്കിട്ട ആളുകൾ, അബൂജഹലുമാർ, അബൂസുഫിയാൻമാർ, അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവാചകൻ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ഹബൂ അൻതും തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, പൊയ്ക്കൊള്ളൂ, ഇന്ന് പ്രതികാരമില്ല. ചില സഹാബിമാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുന്നു. ഇന്നെന്തായാലും ഒരു പ്രതികാരമൊക്കെ നടക്കും, ഇന്ന് യൗമുൽ മൽഹമയാണ്, പ്രതികാരത്തിന്റെ ദിനമാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തിരുത്തി, യൗമുൽ മൽഹമയല്ല, യൗമുൽ മർഹമയാണ്, ഇത് പരസ്പര കാരുണ്യത്തിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിനയാന്വിതനായതായി നമ്മൾ കാണുകയാണ്. അപ്പോഴും മുശ്രിക്കായിരുന്ന കഅബം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ കഅബയുടെ താക്കോല് കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിനിഷ്ഠയുടെ വിനയത്തിന്റെ ഏറ്റവും വലിയ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, വിജയം വരുമ്പോൾ അല്ലാഹുവിനെ കീർത്തിക്കണം, അല്ലാഹുവിനെ സ്തുതിക്കണം, പാപമോചനം നടത്തുകയാണ്, തേടുകയാണ് ചെയ്യേണ്ടത്. ഇത് അവതരിച്ചതിന് ശേഷം പ്രവാചകൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ അതൂബു ഇലൈഹി എന്ന് പ്രവാചകൻ നിരന്തരം പറഞ്ഞിരുന്നതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ ബീവിയോട് പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും ഇതിന്റെ സന്ദേശം എന്റെ വിയോഗത്തെക്കുറിച്ചുള്ള സൂചന തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അവസാന കാലങ്ങളിൽ പ്രവാചകൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വിനയത്തിന്റെ, ഇസ്തിഗ്ഫാറിന്റെ, കീർത്തനത്തിന്റെ, അല്ലാഹുവിനോടുള്ള സ്തുതിയുടെ വചനങ്ങളായിരുന്നു പ്രവാചകന്റെ നാവുകളിൽ നിന്നുണ്ടായത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, വിജയത്തിൽ എങ്ങനെയാണ് വിശ്വാസികൾ പ്രതികരിക്കേണ്ടത്, അല്ലാഹുവിന്റെ നസ്റിലേക്കും അല്ലാഹുവിന്റെ ഫത്ഹിലേക്കും എങ്ങനെയാണ് വിശ്വാസ സമാജം ചെന്നെത്തേണ്ടത് എന്ന്, അങ്ങനെ വിജയം സമീപസ്ഥമായിട്ട് നിൽക്കുമ്പോൾ ആ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ, വിജയം കിട്ടിക്കഴിഞ്ഞാൽ അതിനോടെങ്ങനെ പ്രതികരിക്കണമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. കൊച്ചു കൊച്ചു സൂറകൾ, പക്ഷേ വലിയ വലിയ ആഴങ്ങളുള്ള ആശയങ്ങൾ നമുക്ക് പകർന്നു തന്നുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രകാശം പ്രസരിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ വെളിച്ചം, ഈ വെളിച്ചത്തെ പിന്തുടർന്നുകൊണ്ട് വേണം മുന്നോട്ടു പോകാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഈ വചനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായം, അവസാനമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഈ 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസ്ർ വളരെ ചെറുതെങ്കിലും ഒരുപാട് ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്ന ശരികളെ ജീവിതത്തിന്റെ വെളിച്ചമാക്കി തീർക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.